നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഗോവർദ്ധനോദ്ധാരണം ചെയ്തു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ്. ഗോവർദ്ധനഗിരി കുടയാക്കിയിടും ഗോകുലരാധേ സഖിയാക്കിയിടും ഗോപകുമാരന് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പനെ ഗോവർദ്ധന ഉയർത്തി നിൽക്കുന്ന രൂപത്തിൽ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. രക്ഷക ഭാവത്തിലാണ് ഗുരുവായൂരപ്പൻ ആ സമയത്ത് അനേകം കാര്യങ്ങൾ ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭഗവാൻ അല്ലെങ്കിലും അങ്ങനെയാണ്, മൾട്ടി ടാസ്കറാണ്, ഒരേ സമയം അനേക കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ എപ്പോഴും എടുത്താലോചിക്കാറുള്ളത് ആ മഴയുടെയും ഇടിയുടെയും മിന്നലിൻ്റെയും ഒന്നും ശക്തി എത്രത്തോളം വലുതാണ് എന്ന് അവിടെയുള്ള വ്രജവാസികൾക്ക് ആർക്കും അറിയാതിരിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെന്നല്ലേ, ഒറ്റ വിരലിൽ ഈ ഗോവർദ്ധനം താങ്ങി നിൽക്കുന്ന സമയത്ത് മറ്റേ കൈകൊണ്ട് ഭഗവാൻ ഓടക്കുഴൽ ഊതുകയായിരുന്നു അത്രേ. 7 പകലും 7 രാത്രികളിലും ഭഗവാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓടക്കുഴൽ ഇങ്ങനെ ഊതിക്കൊണ്ടിരുന്നു അത്രേ. ഈ ഓടക്കുഴൽനാദം കേൾക്കുന്ന ആ സമയത്ത് ഈ ഭൂലോകം തന്നെ മറന്നുപോയി അതിലിങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു ഓരോ വ്രജവാസികളും, ഓരോ ജീവജാലങ്ങളും. വ്രജത്തിലുള്ള അനേകം ജീവജാലങ്ങളിൽ എല്ലാവരും അങ്ങനെ ലയിച്ചു നിൽക്കുകയായിരുന്നു ഇത്രേ. അവർക്ക് വിശപ്പ് എന്താണെന്നറിയില്ല, ദാഹം എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ അവർക്ക് ക്ഷീണമോ തളർച്ചയോ ഭയമോ ഒന്നുമില്ലാതെ തന്നെ അവർ ആ 7 ദിവസം പോയതേ അറിയാതെ ലയിച്ചിരുന്നു ഇത്രേ. ഇത് തന്നെയായിരുന്നു ആ ഓടക്കുഴൽ ഊതുമ്പോൾ ഭഗവാന്റെ ഉദ്ദേശവും ഇത്രേ. അത് മാത്രമല്ല, നന്ദഗോപ മഹാരാജാവിന്റെ ഗൃഹം മാത്രം ഒരിത്തിരി വലുതും സൗകര്യപ്രദവും ഒക്കെ ആയിരുന്നു. സാധാരണ വ്രജവാസികൾക്കൊക്കെ സാധാരണ ഗൃഹങ്ങളായിരുന്നു. ഭഗവാനാണെങ്കിലോ എല്ലാ വ്രജവാസികൾക്കും ഒരേപോലെ വളരെ ഭംഗിയുള്ള പുതിയ ഗൃഹനിർമ്മാണം ചെയ്തു കൊടുത്തു എന്നാണ് പറയാറുള്ളത്. ഈ 7 ദിവസത്തിന് ശേഷം ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കേരളീയർക്ക് നന്നായിട്ട് അറിയാം അല്ലേ. 2018 ശേഷം ഈ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ എല്ലാം അറിയാം. അപ്പോൾ അത്രയും വലിയ ഒരു പ്രളയം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും ബാക്കിയുണ്ടാവില്ല ശരിക്കും അല്ലേ. പക്ഷെ ഓരോരുത്തരും നോക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവർക്കും പുതിയ ഗൃഹങ്ങളുണ്ട്, അതേപോലെ പുതിയ പുതിയ മൺകലങ്ങളും പാത്രങ്ങളും എല്ലാം പുതിയതാണ്, എല്ലാം പുതിയതാണ്. അവരുടെ ഒന്നും ഗോക്കളെയും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഗോക്കളും ഗോശാലകളും എല്ലാം പഴയതുപോലെ കുറച്ചുകൂടി ഭംഗിയായിട്ട്, കുറച്ചുകൂടി പുതിയതായിട്ട്. അത് ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ ഇങ്ങോട്ട് മുറുക്കി പിടിച്ചാലുണ്ടല്ലോ, ജീവിതത്തിൽ ദുഃഖമുണ്ടാവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഗോവർദ്ധനം എന്ന ആ ഭാഗം. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ മുറുക്കെ 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 പിടിച്ചോളൂ. ഗോവർദ്ധനഗിരി ഉയർത്തി നിൽക്കുന്ന നമ്മുടെ ഗോവിന്ദന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കഥകളും വിശേഷങ്ങളും ഒക്കെ പറയാല്ലേ. എനിക്ക് ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണാര്യമിത്രം എന്ന പേരിടാൻ എന്താ കാര്യം എന്ന്. ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ആ പേര് ഇത്രയും മനോഹരമായിട്ട് തോന്നിയത് ഇന്നലെയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ ഞങ്ങൾ കൃഷ്ണാര്യമിത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് താഴെ വന്ന കമൻ്റ് എല്ലാം. ആ കൃഷ്ണാര്യമിത്രങ്ങൾ എന്നങ്ങോട്ട് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലിയായി, അത്രയും അടുത്ത് നിൽക്കുന്ന ആളുകളെ പോലെയായി അല്ലേ. അങ്ങനെ ഒരു ഫീല് ആ പേരിന് നൽകാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ. ഗുരുവായൂരപ്പനാണ് എല്ലാം നേരെയാക്കി തരുന്നത്. എനിക്ക് ഇങ്ങനൊരു പേര് എൻ്റെ മനസ്സിലല്ല, മനുവേട്ടൻ്റെ മനസ്സിലാണ്. ഇങ്ങനൊരു മനസ്സിലൊരു പേര് വരാൻ തന്നെ കാരണം ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. മനുവേട്ടൻ അത് ഇന്നലെ എടുത്തു പറയുകയുണ്ടായി. കാരണം കൃഷ്ണ ആര്യമിത്രം എന്ന് ഞങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് കുട്ടികളുടെ പേര് എന്നായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണ്. ഞങ്ങളുടെ കൂടെ എപ്പോഴും ചേച്ചിയുടെ മോനും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചേച്ചിയുടെ മോൻ്റെ പേര് കൃഷ്ണദേവ് എന്നാണ്. 3 പെൺകുട്ടികളുടെ പേരിൽ ഏറ്റവും അവസാനത്തെ ആളുടെ പേര് കൃഷ്ണമീര എന്നാണ്. അറിയാത്ത ആൾക്കാരോടാട്ടോ പറയണേ, ബാക്കിയുള്ളവർക്ക് അറിയാമെന്ന് എനിക്കറിയാം. കൃഷ്ണമീര, ആര്യനന്ദ, മിത്രവിന്ദ, ഇങ്ങനെയാണ് ആ പേര്. കൃഷ്ണദേവ്, കൃഷ്ണമീര,
ആര്യനന്ദ, മിത്രവിന്ദ. ഇതാണ് 4 കുട്ടികളുടെ പേര്. ഈ 4 കുട്ടികളുടെ പേരിൽ നിന്നാണ് ഞങ്ങൾ കൃഷ്ണദേവിൻ്റെയും കൃഷ്ണമീരയുടെയും കൃഷ്ണയും, ആര്യനന്ദയുടെ ആര്യയും, മിത്രവിന്ദയുടെ മിത്രയും ചേർത്താണ് കൃഷ്ണ ആര്യ മിത്രം എന്ന പേര് ഇട്ടത്. അപ്പൊ ആ പേരില് ഇപ്പൊ എനിക്ക് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങൾ കൃഷ്ണാര്യമിത്രങ്ങൾ എന്നാണ് പറയാറ്. അത് അതേപോലെ നിങ്ങളും സ്വീകരിച്ചു. നമ്മൾ കൃഷ്ണാര്യമിത്രങ്ങൾ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഒരു വലിയ ഫാമിലിയെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ പറ്റിയ പോലെ ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ മനസ്സിന് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ പേര് ശരിക്കും ഗുരുവായൂരപ്പനായിട്ട് അദ്ദേഹത്തിനെ തോന്നിപ്പിച്ചതാണ് എന്നാണ് ഇന്നലത്തെ കമന്റ്സ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. എന്ത് രസമായിട്ടാണ് എല്ലാവരും നമ്മൾ കൃഷ്ണാര്യമിത്രങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ കൃഷ്ണാര്യമിത്രങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുന്നത്. അത് കേട്ടതിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ. ചോദിച്ച ആളുടെ പേര് ഞാനിങ്ങനെ വഴിയെ പറയാം കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ട്. ജ്യോതി നാരായണൻ എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം സവിത, എൻ്റെ മകൾക്ക് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്, ഭയങ്കര ആങ്സൈറ്റി ആവും. നാരായണനാമം എന്നും ജപിക്കുന്നുണ്ട്. പിന്നെ നാരായണീയത്തിലെ ആദ്യത്തെ ദശകം ഞാൻ ഇന്നും വായിക്കുന്നുണ്ട്. അത് മാത്രം എനിക്ക് വായിക്കാറായുള്ളൂ. പേടി മാറാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ? കുട്ടികളുടെ പേടിയൊക്കെ മാറാൻ ഭഗവത്ഗീത പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഓരോ ദശകങ്ങൾ, ഓരോ ശ്ലോകങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പതുക്കെ നമുക്കും അറിയണ്ടാവില്ല അല്ലെ. ഭഗവത്ഗീത എല്ലാവർക്കും ഒന്നും അറിയണ്ടാവില്ല. കുറേശ്ശെയായിട്ട് കഥാരൂപേണ ഭഗവത്ഗീത അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ നാം അറിയാതെ തന്നെ അവരുടെ പേടി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഭഗവത്ഗീതയെ കുറിച്ച് അറിയുമോ? ഭഗവത്ഗീത എന്താ? കുട്ടികൾ ആങ്സൈറ്റി ആയിട്ട് ചോദിക്കും, എന്താ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ. അറിയുന്നവരുണ്ടാവും കേട്ടോ, ഇല്ല എന്നല്ല. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അർജുനൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞു കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ പോലെ പറയാ കേട്ടോ. ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് അർജുനൻ. അവർ ഭയങ്കര കസിൻസ് ആണ്. കാരണം ഭയങ്കര കൂട്ടായിരുന്നു. ഒരേ പ്രായമാണ് രണ്ടുപേരും, കൂട്ടുകാരായിരുന്നു. ഈ കൂട്ടുകാരൻ അർജുനന് ഒരിക്കല് അവനവൻ്റെ തന്നെ ആൾക്കാരോട്, വലിയച്ഛന്മാരോടും ചെറിയച്ഛന്മാരോടും അമ്മാവന്മാരോടും ഒക്കെ ആയിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കുക. യുദ്ധം എന്തിനാ ചെയ്യണേ? യുദ്ധം ചെയ്യണത് എന്തിനാ വെച്ചാൽ എല്ലാവരും കൂടി ചേർന്ന് അവരോട് കാട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. നാട്ടിലൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഈ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവർക്ക് വേറെ നിവർത്തിയില്ലാതായി. അപ്പൊ അവരോട് പറഞ്ഞു, നാട്ടിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യണം, എന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ, എന്നാലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെ യുദ്ധം ചെയ്യാൻ പോയ സമയത്ത് അർജുനന് തോന്നി, യുദ്ധം ചെയ്താൽ ഞാൻ എന്തായാലും ജയിക്കും. പരീക്ഷ എഴുതിയാൽ നമ്മൾ എന്തായാലും ജയിക്കുമെന്ന് തോന്നില്ലേ? അതേപോലെ യുദ്ധം ചെയ്താൽ നമ്മൾ എന്തായാലും ജയിക്കും. അങ്ങനെ ജയിക്കണമെങ്കിൽ ഇവരൊക്കെ യുദ്ധത്തിൽ തോൽപ്പിക്കണം, കൊല്ലണം. അങ്ങനെ കൊന്നിട്ട് എന്തിനാ ഈ നാട്ടിൽ ഇങ്ങനെ നിൽക്കണേ, ഞാൻ കാട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ കാട്ടിലേക്ക് നീ പോയാൽ എനിക്ക് വിഷമാവില്ലേ? നീ എൻ്റെ സ്വന്തമല്ലേ, നീ ഈ നാട്ടിലുണ്ടാവണം. മാത്രല്ല ഇവരൊക്കെ ഇപ്പൊ നീ ഒന്നില്ലെങ്കിലും അവർ മരിച്ചു പോവില്ലേ? കുറച്ചു കഴിഞ്ഞ് പ്രായമായ അവർ മരിച്ചു പോവില്ലേ? അപ്പോ അതിന് ഇവര് തന്നെയല്ലേ നിന്നോട് പറഞ്ഞ നീ വേണമെങ്കിൽ യുദ്ധത്തിൽ തോൽപ്പിച്ചെന്നെ കൊന്നോളൂ എന്ന്. അപ്പോ അവര് സമ്മതം തന്നിട്ടല്ലേ എങ്ങനെ പറയണേ? അപ്പൊ അർജുനന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അപ്പൊ നമ്മൾ ചെയ്യണ്ടേ അർജുന എന്ന് ചോദിച്ച് കൃഷ്ണൻ അവർക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് കൂടെ തന്നെ നിന്ന് അവരെ ജയിപ്പിച്ചു. ഈ കഥയാണ് ഭഗവത്ഗീത. ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിലെ ഓരോ ശ്ലോകം അതിൻ്റെ ലളിതമായ മീനിങ്, വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ആട്ടോ ഭഗവത്ഗീത. അതിൻ്റെ വളരെ ലളിതമായ മീനിങ് അവർക്ക് പറഞ്ഞു കൊടുത്ത് കുറേശ്ശെ അവരെ അതിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള ഇഷ്ടവും ഭഗവാന്റെ ആ പ്രൊട്ടക്റ്ററാണ് ഭഗവാൻ എന്ന ആ ഒരു തോന്നലും വരും. അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളിലെ ഭയം കുറേശ്ശെയായിട്ട് മാറ്റാൻ പറ്റും. അമ്മ നാരായണീയത്തിലെ 82ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് രജിത സന്തോഷ് എന്ന ഐഡിയിൽ നിന്നാണ്, ഹലോ സവിത, എൻ്റെ ഒരു കണ്ണിന് തിമിരം ബാധിച്ചിരിക്കുന്നു. ഇത് മാറാൻ ഭഗവാനെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? മറുപടി ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണിൻ്റെ നേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനും പാലഭിഷേകം ഷീട്ടാക്കുന്നത് നല്ലതാണ്. പന്തീരടി പൂജ തൊഴുന്നതും നല്ലതാണ് കേട്ടോ. പാലഭിഷേകം ഷീട്ടാക്കുമ്പോൾ മിനിമം 15 ദിവസത്തിന് മാത്രമേ നമുക്ക് ഷീട്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസത്തിന് 30 രൂപ എന്ന നിരക്കിലാണ് ഷീട്ടാക്കേണ്ടത് കേട്ടോ. അടുത്തതായിട്ട് വിജയലക്ഷ്മി എന്ന ഐഡിയിൽ നിന്നാണ്, ഞാൻ മുന്നേയും ചോദിച്ചിരുന്നതാണ് ഈ ചോദ്യം. ഗുരുവായൂരിൽ 21 പ്രദക്ഷിണം ചെയ്യുമ്പോൾ അത് 2 നേരമായിട്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? കാലിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്.
ഞാൻ അതിനു മുമ്പും ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 നേരമായിട്ടോ 3 നേരമായിട്ടോ പതുക്കെ ചെയ്താൽ മതി. ഗുരുവായൂരപ്പൻ ഒരിക്കലും നമ്മളോട് അതികഠിനമായ രീതിയിൽ നമ്മളുടെ ശരീരത്തിനെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഒരു വഴിപാടും ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് വയറ് നിറച്ച് ഊണ് കഴിച്ച് ഉണ്ണികൃഷ്ണനെ കാണാൻ പോവാം. അതേപോലെ തന്നെ പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടും ഉണ്ണികൃഷ്ണനെ ഭജിക്കാം. എങ്ങനെ ഭജിച്ചാലും നമ്മുടെ ഉണ്ണികൃഷ്ണനുണ്ടല്ലോ, നീ എൻ്റെ അല്ലേ എന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുക. അത് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കേട്ടോ. ഇന്നും എനിക്ക് വളരെ വലിയൊരു കൃഷ്ണാനുഭവം ഉണ്ടായ ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഓരോ അനുഭവങ്ങൾ ഗുരുവായൂരപ്പൻ തരുമ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഗുരുവായൂരപ്പ, എനിക്ക് അത്രയൊന്നും യോഗ്യത ഇല്ലല്ലോ എന്നാണ് എനിക്ക് പറയാൻ തോന്നാറുള്ളത്. ഉണ്ണികൃഷ്ണന്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, അത് ഇതിലും വലിയ അനുഗ്രഹം നമുക്ക് സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാവില്ല. അത്ര ഗംഭീരമായിട്ട് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു അനുഗ്രഹം തരാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും വരുന്നത്. അടുത്തതായിട്ട് നമസ്കാരം സവിത, എൻ്റെ പേര് ബീന, വർക്കലയാണ് ദേശം. ഭൂമിയിലെ ദേവലോകമായ ഗുരുവായൂർ എത്തിയത് സവിതയിലൂടെയാണ്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായി ഗുരുവായൂർ വരുന്നത്. ആദ്യം വന്നത് അമ്മയും കൂട്ടി വന്നത്, രണ്ടാമത് വന്നത് അച്ഛനെയും കൂട്ടിയിട്ടായിരുന്നു. ഭർത്താവിന് ഇതൊന്നും വിശ്വാസമില്ല. അച്ഛനോടൊപ്പം ഞാൻ മാർച്ച് മാസത്തിൽ ഗുരുവായൂർ വന്നപ്പോൾ ക്യൂ കോംപ്ലക്സിൽ ഒരു ഫാമിലിയെ കണ്ടു, ഭർത്താവും ഭാര്യയും മകളും. അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നതും തമാശ പറയുന്നതും കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെ എനിക്കും കുടുംബത്തോടൊപ്പം വരാൻ കഴിയില്ലല്ലോ, കാരണം ഭർത്താവിന് എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല. ഞാൻ അവിടെ ഇരുന്ന് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു, എനിക്ക് എങ്ങനെയാണ് പക്ഷേ 2 മാസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരമായപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞു, വേഗം റെഡിയാകൂ, നമുക്ക് ഗുരുവായൂർ പോകാമെന്ന്. എനിക്ക് 2 മക്കളുണ്ട്. പക്ഷേ ഒരാൾ 10ാം ക്ലാസ്സിലായതുകൊണ്ട് ഇളയ മകനെയും കൂട്ടി ഗുരുവായൂർക്ക് പോയി. അതിശയം എന്ന് പറയാനേ സാധിക്കുള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടിയത്. ഞാനിപ്പോൾ വളരെയധികം സന്തോഷവതിയാണ് സവിതയോട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എൻ്റെ ഭർത്താവിന് അലർജി മൂലമുള്ള തുമ്മലും ജലദോഷവും മാറാൻ എന്താണ് ചെയ്യുന്നത്? തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കുന്നത് വളരെ നല്ലതാട്ടോ. കണ്ടോ, എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെ കൊണ്ടു നടക്കുക. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ അതൊന്നും നടക്കാൻ പോണില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ സാധിപ്പിച്ചു തരിക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കുക. ഈശ്വര എന്ന് തോന്നുന്ന തരത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനിയും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അയച്ചോളൂ. നമുക്ക് ഈ കൃഷ്ണാരിമിത്രത്തിലൂടെ അതെല്ലാം ഷെയർ ചെയ്യാലോ. അടുത്തതായിട്ട് ചേച്ചി, എൻ്റെ പേര് ബബിന, എനിക്ക് 32 വയസ്സുണ്ട്. എനിക്ക് ഭയങ്കര മറവിയാണ്. അത് മാറാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന്. ശ്രീ ഗുരുവായൂരപ്പനെ വെണ്ണ നിവേദ്യം ഷീട്ടാക്കി അത് രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മെമ്മറി പവർ കൂടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അത് വെണ്ണയായിട്ട് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ദോശയിലൊക്കെ ആക്കിയിട്ട് കഴിക്കുന്നത് കൊണ്ടും വിരോധമൊന്നുമില്ല. അടുത്തതായിട്ട് വിക്ടറി വൈബ്സ് എന്ന ഐഡിയിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യം മുമ്പേ കണ്ടതാണ്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. ഞാനും മനുവേട്ടനും അതിനെക്കുറിച്ച് കുറേ നേരം ചിന്തിച്ചതാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇതിൽ വരാഞ്ഞെന്ന് ചോദിച്ചാൽ അറിയില്ല എനിക്ക്. ഞാൻ ഒരുപാട് തവണയായി ഈ കമൻറ്റ് ഇടുന്നു, എന്നാൽ ചേച്ചി ഇത് മാത്രം വായിക്കുന്നില്ല. ഇന്നെങ്കിലും ഈ കമൻറ്റ് വായിക്കണേ ചേച്ചി. സവിത ചേച്ചി, ഞാൻ അമ്മയുടെ കൂടെ ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട്. ഞാനിപ്പോൾ +2 കഴിഞ്ഞ് 1 വർഷമായി, ഇതുവരെ ഒന്നും ശരിയായില്ല. എനിക്ക് ഡിഫൻസ് ഫീൽഡിലോട്ട് പോകാനാണ് ഇഷ്ടം, എന്നാൽ അത് കിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി ഞാൻ നഴ്സിംഗ് ആയിരിക്കും എടുക്കുക, പക്ഷെ എനിക്ക് നഴ്സിങ്ങിനോട് ഒട്ടും താല്പര്യമില്ല. ഇത് ഞങ്ങൾ ചേച്ചി പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പനോട് ചോദിച്ചു. ഒരു പേപ്പറിൽ കുലുക്കിയിട്ട് നഴ്സിംഗ് എന്നും എനിക്ക് നഴ്സിംഗ് എന്നും അമ്മയ്ക്ക് ഡിഫൻസ് ഒന്നും കിട്ടി. ഒരു ഐഡിയയും ഇല്ല ഇനി എന്താ ചെയ്യേണ്ടത്. ഭഗവാനോട് ചേച്ചി തന്നെ ചോദിച്ചു പറയൂ എന്നാണ്. എനിക്ക് ഇതിന് മുൻപ് ഒരിക്കൽ ഡിഫൻസിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കുറേ മുമ്പായിട്ട് ഞാനത് വായിച്ചതായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. ആ കുട്ടീനെയാണോ ഈ കുട്ടീന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ആദ്യം അമ്മയും മകനും കൂടിയിട്ട് ഒരു യോജിപ്പിലെത്തു. അതിന് ശേഷം വേണ്ട നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞാൻ വീണ്ടും പറയുന്നു, ഒരുമിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരു 12 നമസ്കാരം ചെയ്യാം. അതിൽ അമ്മയ്ക്ക് ഇനി നമസ്കാരം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുട്ടിക്കെങ്കിലും ചെയ്യൂ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് 12 നമസ്കാരം ചെയ്തതിന് ശേഷം ഒരുമിച്ച് നറുക്കിട്ട് നോക്കൂ. 2 പേര് 2 പ്രാവശ്യമായിട്ട് 2 തവണയായിട്ട് 2 ഭാഗത്തിരുന്നിട്ടോ ഒന്നുമല്ല, ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഭഗവാൻ പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, 2 പേരോടും കൂടി പറയാണ്, രണ്ടാമതൊരു പ്രാവശ്യം നോക്കാൻ പാടില്ല. ഫസ്റ്റ് ടൈം കിട്ടുന്നത് എന്താണോ അത് സ്വീകരിക്കാൻ തയ്യാറാവണം. അത് അമ്മയായാലും മകനായാലും അത് സ്വീകരിച്ചേ പറ്റൂ. കുട്ടിക്ക് അത് നഴ്സിംഗ് പഠിക്കാൻ ഇഷ്ടമില്ല പറഞ്ഞാൽ എന്നാലും പഠിച്ചേ പറ്റൂ. ഇനി അമ്മയ്ക്ക് ഡിഫൻസിലേക്ക് വിടാൻ ഇഷ്ടമില്ല പറഞ്ഞാൽ എന്നാലും വിട്ടേ പറ്റൂ.
അപ്പോൾ ഇതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് രണ്ടുപേരും കൂടി ഒരു ദിവസം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് നോക്കൂ. ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു മറുപടി കേട്ടോ. അടുത്തതായിട്ട് ശ്രീജ കെ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ബട്ട് റിപ്ലൈ കിട്ടിയില്ല. ഞാൻ ഷാർജയിലാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു മരിച്ച വിലയുണ്ട്. ഇവിടെ ഒരു റൂമും കിച്ചണും മാത്രമേ ഉള്ളൂ. സോ പൂജാ സ്റ്റാൻഡും എല്ലാം ബെഡ്റൂമിൽ തന്നെയാണ്. ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് എവിടെയും തൊടാതെ വന്ന് വിളക്ക് കൊളുത്തും. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? എല്ലാം ഒരു റൂമിലായതുകൊണ്ട് ഡൗട്ട് തോന്നുന്നത്. ഇന്നലെ മോളുടെ പിറന്നാളായിരുന്നു. അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ബട്ട് ഏട്ടൻ്റെ കൂടെ കാറിൽ പോകേണ്ടതുകൊണ്ട് പോയില്ല. ചേച്ചി ഉത്തരം പറയണേ. ഞാൻ നാൽപ്പാമരം വാങ്ങിയിട്ടുണ്ട് പുല മാറിയിട്ട് തെളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പുണ്യാഹം കിട്ടുമെന്ന് അറിയില്ല. ചേച്ചി വായിക്കണേ. ശ്രീജ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കാം. നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളൊന്നുമില്ല. സാഹചര്യങ്ങൾ ഉള്ളതിനനുസരിച്ച് മാത്രം ഗുരുവായൂരപ്പനെ വിളിക്കുക. എങ്ങനെയായാലും ഭഗവാനെ മറക്കാതെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ശ്രീ ഗുരുവായൂരപ്പന് അത് ഇത്തിരി അധികം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഉണ്ണികൃഷ്ണനെ മുറുക്കെ പിടിക്കുന്നവരോട് ഉണ്ണികൃഷ്ണൻ്റെ ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ കണക്കാക്കിക്കോളൂ. എവിടെയും തൊടാതെ നാമം ജപിക്കുകയും എവിടെയും തൊടാതെ നമസ്കരിക്കുകയും എവിടെയും തൊടാതെ വിളക്ക് കൊളുത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ 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 നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ട് കേട്ടോ. അതാ ടൈം എടുക്കുന്നത്. ദിവ്യ ചിത്രൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും വീഡിയോ കാണാറുണ്ട്. എനിക്ക് വളരെ വേദനയായിട്ടാണ് ഇത് അയക്കുന്നത്. എൻ്റെ മകൻ്റെ ജോലി പോയി. ബാംഗ്ലൂരിലായിരുന്നു ജോലി, കമ്പ്യൂട്ടർ ആയിരുന്നു ജോലി. അടുത്ത ജോലി വേഗം കിട്ടുമോ? സതശേഷി പറഞ്ഞു തരണേ, എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക. നാരായണീയത്തിലെ 82ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ. 22 വയസ്സുള്ള മകൻ്റെ ജോലി പോയതിന് എന്തിനാ ഇങ്ങനെ ടെൻഷൻ എടുക്കണേ? അവൻ ചെറിയ കുട്ടിയല്ലേ. ഇനിയും എത്രയോ സമയം ഉണ്ട് അവൻ ഉയർന്നു വരാനായിട്ട്. തീർച്ചയായിട്ടും വേഗം തന്നെ ജോലി കിട്ടും കേട്ടോ. ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, നാമം ജപിച്ചോളൂ, വിശ്വാസം മുറുകെ 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 പിടിച്ചുകൊണ്ട് 82ാമത്തെ ദശകം ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് ആര്യമാധവൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്തേ ചേച്ചി, പോലെയുള്ള സമയത്ത് നാമം ജപിക്കാമോ? വീട്ടിലിരുന്ന്. ഞാൻ വെക്കേഷനിൽ നാട്ടിൽ വന്നു. ഇപ്പോൾ ഗുരുവായൂരുണ്ട്. എന്നും കണ്ണനെ കാണാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇന്നലെ അമ്മാവ് മരിച്ചു പോല. ഇനി 16 ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ സാധിക്കൂ. അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. ആര്യക്കുട്ടി, എപ്പോഴും നാമം ജപിച്ചോളൂ. നാരായണ നാമം ജപിക്കാൻ അങ്ങനെ പോലെയും വാലാമയും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എപ്പോഴും നാമം ജപിക്കാം. 16 ദിവസം കഴിഞ്ഞാൽ ഓടി വന്ന് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കണമെന്ന് ഇപ്പോഴേ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ഉമ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. സഹസ്രനാമം ജപിക്കുമ്പോൾ മനസ്സിൽ വേറെ ചിന്തകൾ വരും. അങ്ങനെ വരുമ്പോൾ വായിക്കുന്നത് നിർത്തണോ അതോ മുഴുവനാക്കണോ എന്നാണ് ചോദ്യം. മുഴുവനാക്കണം, ഒരു സംശയവുമില്ല. മനസ്സ് എങ്ങോട്ട് പോയാലും കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. നോക്കൂ, മനസ്സെന്ന് പറയുന്നത് ഒരു പട്ടം പോലെയാണ്. അതിൻ്റെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ആ കടിഞ്ഞാൻ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. ആ ഗുരുവായൂരപ്പനെ അത് കൊണ്ട് നടത്തിക്കോളും എന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് പോയാൽ അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ പാകത്തിന് ശ്രീ ഗുരുവായൂരപ്പൻ അതിനെ കൺട്രോൾ ചെയ്തോളും. അപ്പം എൻ്റെ മനസ്സിതാ ഞാൻ ഗുരുവായൂരപ്പനെ സമർപ്പിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നാമം ജപിച്ചു തുടങ്ങുക, സഹസ്രനാമം ചൊല്ലി തുടങ്ങുക. അതൊരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട കാര്യമില്ല കേട്ടോ. അടുത്തതായിട്ട് നമസ്കാരം സൗദ ചേച്ചി, ഞാൻ ഇന്നലെ അമ്പലത്തിൽ തൊഴാൻ വന്നിരുന്നു. ഇന്നലെ വിശ്വരൂപം അലങ്കാരമായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ തൊഴാൻ ഭാഗ്യം കിട്ടിയത്. ഭഗവാന്റെ വിശ്വരൂപത്തെക്കുറിച്ച് ഒന്ന് പറയുമോ ചേച്ചി? ചേച്ചിയിലൂടെ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് പറയാമോ എന്ന്. വിശ്വരൂപത്തിനെ കുറിച്ച് ഒരുപാടൊന്നും പറയാൻ എനിക്ക് അറിയില്ല കുട്ടി. അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച സമയമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അർജുനൻ പറഞ്ഞു, എൻ്റെ തേര് നടുവിലേക്ക് നിർത്തൂ, എനിക്ക് എല്ലാവരെയും ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണെന്ന്. ഇരുവശങ്ങളിലുമായിട്ട് സൈന്യം നിരന്നു നിൽക്കുകയാണ്. അവിടെ 11 അക്ഷൗഹിണി പടയും ഇവിടെ 7 അക്ഷൗഹിണി പടയുമായിട്ട് നിരന്നു നിൽക്കുകയാണ്. മഹാരഥന്മാരെല്ലാം ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പൊ അർജുനൻ നേരെ നടുവിലേക്ക് നിർത്താൻ പറഞ്ഞ ആ സമയത്ത് നടുവിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അർജുനൻ തൻ്റെ ഗാണ്ഡീവം നിലത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് യുദ്ധം വേണ്ട.
കാരണം ജനിച്ച് ഞാൻ അധിക കാലമൊന്നും രാജകീയ സുഖങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയല്ല. എനിക്ക് ഈ രാജകീയ സുഖങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നതാണ്. ഇവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് ഈ രാജകീയ സുഖങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കൃഷ്ണ. എനിക്ക് യുദ്ധം വേണ്ട, നിർത്താം, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അവർ പറയുന്നത് യുദ്ധം ചെയ്തില്ലെങ്കിൽ കാട്ടിലേക്ക് പോകേണ്ടി വരും, ഇന്ദ്രപ്രസ്ഥം അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. കൊടുക്കാം, കൊടുത്താൽ തീർന്നല്ലോ എന്നാണ് പറയുന്നത്. ഭഗവാൻ പറഞ്ഞു പറ്റില്ല, ഇവര് നീയായിട്ട് വധിച്ചിട്ടില്ലെങ്കിലും ഏത് സമയത്താണെങ്കിലും ഇവരുടെ വധം ഉറപ്പായിട്ടും നടക്കേണ്ടതാണ്. ഇത് ധർമ്മയുദ്ധമാണ്, ഇത് വിജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനനെ ഉപദേശിച്ചുകൊണ്ട് ഈ ഉപദേശം മുഴുവൻ ചെയ്യുന്നത് ഹേ കൃഷ്ണ, ഹേ ഗോവിന്ദ, ഹേ മാധവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന സാധാരണ അർജുനന്റെ ഒരു ആത്മമിത്രം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കസിൻ മാത്രമല്ല, സാക്ഷാൽ ഈശ്വരനാണ് എന്ന് കാണിക്കാൻ അർജുനന് ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതാണ്. ആ വിശ്വരൂപത്തിൽ അർജുനൻ എല്ലാം കാണുന്നുണ്ട്. ആ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ആചാര്യ അല്ലാത്ത അതിൻ്റെ എല്ലാ ലിമിറ്റേഷൻസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രപഞ്ചം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലൂടെയും ഓരോ അനുനിമിഷം ഓരോ പ്രപഞ്ചങ്ങൾ, ഓരോ ഗാലക്സികളായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറുവശത്തൂടെ ഓരോന്നും അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ജന്മം സംഭവിക്കുന്നത് ഓരോ ഗാലക്സികളിൽ ജനിക്കുന്നു, മരിക്കുന്നു, പിന്നെയും ജീവിക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തിലേക്കാണ് വീണ്ടും വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു വിശ്വരൂപമാണ് അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുത്തത് എന്നാണ് പറയാറുള്ളത്. ഈ ഒരു രംഗം പറയുമ്പോൾ പറയാറുണ്ട്, അർജുനൻ ഒരു നിമിഷം കൊണ്ട് പുറകിലേക്ക് മാറി അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യാതെ, ഇത്രയും വലിയ ഈശ്വരനെയാണോ ഇന്നലെ വരെ ഞാൻ തോളിൽ കൈയിട്ടുകൊണ്ട് എൻ്റെ സഖിയെന്ന് വിളിച്ചുകൊണ്ട് നടന്നിരുന്നത്? ഭഗവാനാണ് എന്നറിയാം, എന്നാൽ പോലും ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, വലിപ്പത്തിൻ്റെ ആ ഒരു വലിപ്പം കണ്ട ആ അർജുനൻ ഭയന്ന് അദ്ദേഹത്തിനെ ആയിരുന്നോ ഞാൻ ഇത്രയും സിമ്പിളായിട്ട് കൊണ്ട് നടന്നിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ്, കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കാരം ചെയ്തത് എന്നും പറയാറുണ്ട്. കൂടുതൽ വിവരിക്കാൻ എനിക്കറിയില്ല കേട്ടോ. അടുത്തതായിട്ട് അശ്വിന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഹനുമാൻ സ്വാമിയുടെ തട്ടിൽ നിന്ന് വേണം സ്ത്രീകൾ കുങ്കുമം ഇടാൻ എന്ന്, ദേഹത്ത് നിന്ന് എടുക്കരുത് എന്ന്. ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ നാമം എഴുതിയ മാല ഇടാറുണ്ടല്ലോ, അതും സ്ത്രീകൾ ഇടാൻ പാടില്ലേ? പ്ലീസ് റീപ്ലേ. കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ മാസവും ഗുരുവായൂർ വരാൻ പറ്റുന്നുണ്ട്. 3 മാസം കൊണ്ട് ഞാൻ നാമം എഴുതിയ മാല സ്വാമിയുടെ കഴുത്തിൽ ചാർത്തി. ഇന്നലെ വന്നിരുന്നു. സവിത ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലെ ഇട്ടില്ല. ഞാൻ അങ്ങനെ ഇടാറില്ല. ഹനുമാൻ സ്വാമിയെ തൊടരുത് എന്നാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് കുങ്കുമം എടുക്കുമ്പോൾ തട്ടിൽ നിന്ന് എടുത്ത് തൊടാറുണ്ട് കുങ്കുമം, പക്ഷെ അത് ആ തട്ടിൽ നിന്ന് മാത്രമേ എടുക്കാറുള്ളൂ. അതേപോലെ തന്നെ വെറ്റിലമാലയാണെങ്കിലും നാരങ്ങമാലയാണെങ്കിലും നാമമാലയാണെങ്കിലും ഒക്കെ അവിടെ ഇരിക്കുന്ന വാര്യന്മാരോട് പറഞ്ഞാൽ അവരിടുക പതിവ്. അതല്ലാതെ ഞാനായിട്ട് ചെയ്യാറില്ല. ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസ പ്രമാണം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അവരോട് പറയാറില്ല കേട്ടോ ചെയ്യരുത് എന്ന്. ഞാൻ ഇങ്ങനെയാണ് കേട്ട് ശീലിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പക്ഷെ ചിലപ്പോൾ അവർക്ക് അങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഹനുമാൻ സ്വാമി നിത്യബ്രഹ്മചാരിയാണ്, സ്ത്രീകൾ ചെന്ന് തൊടരുത് പറയും. പക്ഷെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് നിത്യബ്രഹ്മചാരിയായ ഈശ്വരനാണെങ്കിലും ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഭക്തനെ വാത്സല്യപൂർവമല്ലേ ഈശ്വരൻ നോക്കുന്നത്? ആ വാത്സല്യം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളപ്പോൾ എന്തുകൊണ്ട് സ്ത്രീ പുരുഷൻ എന്ന ഭേദമൊക്കെ ഹനുമാൻ സ്വാമിക്ക് ഉണ്ടാവോ? ഒട്ടും ഉണ്ടാവില്ല. പക്ഷെ എന്താണ് ഇങ്ങനെ പൂർവികർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ നമ്മൾ ശീലിച്ചത് മാത്രമേ നമ്മൾ പാലിക്കുള്ളൂ അല്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മാല ഇടാറില്ല. അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്ന് കുങ്കുമം എടുക്കാറുമില്ല. ഇനി മാല ഇടേണ്ടവർക്ക് ഇടാട്ടോ. ഇനി ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് സവിത ചെയ്യണില്ലല്ലോ, അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല എന്ന് കരുതി നാമം എഴുതുന്നത് മുടക്കണ്ട. പകരം അവിടെയുള്ള ആ ഭാര്യമാരോട് ഈ മാലയൊന്ന് ഇടുവോ ഹനുമാൻ സ്വാമിക്കാണ് പറഞ്ഞാൽ അവരിടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അവർ പറയുകയാണ് കുട്ടി ഇട്ടോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇടുകയും ചെയ്യാം. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ പറയണേ. എവിടെ അവരുണ്ടാവുക ചോദിച്ചാൽ അനന്തശയനത്തിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു തൂണിൻ്റെ അവിടെ ഇരുന്ന് മാല കെട്ടുന്നുണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി കേട്ടോ, ഒന്ന് ഇടുമെന്ന് പറഞ്ഞാൽ അവർ ഇട്ട് തരും കേട്ടോ. അടുത്തതായിട്ട് അശ്വിനിയുടെ തന്നെ മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ,
അമ്പലത്തിനകത്ത് തൂണുകളിൽ കണ്ണൻ്റെ അവതാര ശില്പങ്ങളുണ്ടല്ലോ, അതിലെല്ലാം തൊട്ട് തൊഴുന്നവരെ കാണാം. അങ്ങനെ തൊട്ട് തൊഴാമോ? ഓരോ അവതാരത്തിനും ചൊല്ലേണ്ട നാമങ്ങൾ കൂടി പറഞ്ഞു തരാമോ സവിത എന്ന്. തീർച്ചയായിട്ടും തൊട്ട് തൊഴാലോ. എല്ലാ അവതാരങ്ങളെയും എൻ്റെ കുട്ടികൾ ഓടി ഓടി നടന്ന് തൊഴാറുണ്ട് കേട്ടോ. ഞാനൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ നരസിംഹാവതാരം വരുന്നത് ശരിക്കും ആ മേൽശാന്തി ഇരിക്കുന്ന ഭാഗത്താണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ തൊടാനൊരു മടി തോന്നാറുണ്ട്. അവരവിടെയും തൊട്ട് തൊഴാറുണ്ട്. തൊട്ടപ്പുറത്ത് അടുത്ത അവതാരവും തൊട്ട് തൊഴും. പിന്നെയുള്ളത് അനന്തശയനത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള തൂണിൽ അവിടെ മാത്രം വരുന്നത് ഗജേന്ദ്രമോക്ഷമാണ്. ഒരു ഭാഗത്ത് ഗജേന്ദ്രൻ ആ താമര സമർപ്പിക്കാൻ പോകുന്നതും മറുഭാഗത്ത് ഭഗവാൻ വരുന്നതും ഗരുഡാരൂഢനായ ഭഗവാൻ വരുന്നതുമാണ്. അത് കഴിഞ്ഞ് വീണ്ടും അവതാരം തുടങ്ങും. അവിടെയൊക്കെ തൊട്ട് തൊഴാറുണ്ട്. ഓരോ അവതാരത്തിൻ്റെയും ശ്ലോകങ്ങൾ ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളിലും കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് കൃഷ്ണാരി മിത്രം എന്ന പേരിടാൻ കാരണം എന്താണെന്ന് ചോദിച്ചത് റെജിന എന്ന ഭക്തയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഉദയ ഗോകുൽദാസ് എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട് ഗോവർദ്ധനോദ്ധാരണം വിവരിക്കാമോ എന്ന്. ഇന്ന് രണ്ടിനുള്ള ഇടയായി അല്ലേ. ഗോവർദ്ധനോദ്ധാരണം നമുക്ക് വിസ്തരിച്ച് കഥയായിട്ട് തന്നെ പറയാം കേട്ടോ. ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ കഥയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടുപേരുടെയും ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കൂടുതൽ കൃഷ്ണവിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവ പാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.